ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ആർട്ട് വർക്കുകളാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ വർക്കുകളാണ് കാണിക്കുന്നത്. 5-6 ടൈപ്പ് വർക്കുകളൊന്ന് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. വീഡിയോസൊക്കെ ഒത്തിരി പേര് കാണുന്നുണ്ടെങ്കിലും ചുരുക്കം ചിലർ മാത്രമേ സബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ആദ്യത്തെ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേജിലൊന്ന് ഹാർട്ട് ഷേപ്പുകൾ വരച്ചെടുക്കുക. ഗ്യാപ്പിട്ടിട്ട് പല വലുപ്പത്തിലായിട്ട് വരുന്ന ഷേപ്പുകൾ പേജിൽ മുഴുവനായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്ലാക്ക് മാർക്കറോ അല്ലെങ്കിൽ സ്കെച്ചോ, ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പെന്നോ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഷേപ്പുകളുടെ ഒക്കെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ആഷ് കളറാണ് യൂസ് ചെയ്തത്. അപ്പോൾ വർക്ക് കഴിഞ്ഞ ടൈമിൽ ഇത്തിരി ഡള്ളായ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഈ ഒരു ഷേപ്പുകളുടെ ഉള്ളിലായിട്ടൊക്കെ ഏതെങ്കിലും ലൈറ്റ് കളേഴ്സ് ഒന്ന് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വരച്ച ഓരോ ഷേപ്പുകളുടെ ഉള്ളിലും ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ലൈൻസ് വരച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഔട്ട്ലൈനായിട്ട് ഏത് കളറാണോ യൂസ് ചെയ്തിട്ടുള്ളത് ആ കളർ ഉപയോഗിച്ചിട്ട് തന്നെ ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ലൈൻസ് പോകുന്ന രീതിയിലാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഭാഗങ്ങൾ മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ ഷേപ്പുകളും ഫില്ല് ചെയ്തെടുത്ത ശേഷം ഈ വരച്ചെടുത്ത ഷേപ്പുകളുടെ മുകളിൽ തട്ടാത്ത രീതിയിൽ ലൈൻസ് ഒന്ന് ഇതുപോലെ താഴോട്ടായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരേ അളവിൽ വരുന്ന രീതിയിൽ ഈ ഒരു പേജിൽ മുഴുവനായിട്ട് ലൈൻസ് ഇങ്ങനെ ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലൈൻസുകളുടെ ഗ്യാപ്പ് കൂട്ടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഹാർട്ട് ഷേപ്പുകളുടെ വലിപ്പം കൂടെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ലൈൻസും ഷേപ്പുകളൊക്കെ എടുത്തെടുത്ത് കാണിക്കും. ഫൈനൽ ലുക്കിൽ വരുമ്പോൾ ലൈൻസ് അടുപ്പിച്ച് നിൽക്കുന്നതാവും ഇത്തിരി കൂടെ ഭംഗിയുണ്ടാവുക. ഇങ്ങനെ ലൈൻസ് താഴോട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ ആദ്യം ഇവിടെ വെച്ച് നിർത്തിയെങ്കിലും വീണ്ടും തുടർന്നിട്ട് ബാക്കി കൂടെ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് 4 ലൈൻസ് വരച്ചു കൊടുക്കണം. 3 കോളങ്ങൾ വരുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി പേജിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്തും ഇതുപോലെ ഒന്ന് 4 ലൈൻസ് വരച്ചിട്ട് 3 കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞു കോളങ്ങൾ വരുന്ന രീതിയിലൊന്ന് ഗ്യാപ്പിട്ടിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്തും 3 കോളങ്ങളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ കോളങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഇനി വരക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട് ആരും മാറി നിൽക്കണ്ട. ഒട്ടും വരക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ സ്കെച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാ പെൻസിലും പെന്നും ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കളേഴ്സ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലൈൻസ് ഉപയോഗിക്കുന്ന സ്പേസിലൊക്കെ പെൻ ഉപയോഗിച്ചിട്ട് വരച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഈ ലൈൻസ് വരക്കുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഈ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തെടുക്കുമ്പോൾ മെയിനായിട്ട് നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറക്കാൻ പറ്റും, മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വരക്കാനുള്ള കഴിവ് കൂടും. അതുപോലെ നമുക്ക് എന്തും ചെയ്തെടുക്കാനുള്ളൊരു കോൺഫിഡൻറ്റ് കൂടെ കിട്ടും. പിന്നെ ആണെങ്കിൽ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ വർക്കുകൾ ചെയ്തെടുക്കാനുള്ളൊരു മൈൻഡ് കൂടെ നമുക്ക് സെറ്റായി കിട്ടും. ഒന്ന് ചെയ്യുമ്പോൾ ഇനി അടുത്തത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് ലെവൽ കൂടെ കൂടി കിട്ടും. ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നേരത്തെ വരച്ച കോളങ്ങളുടെ ഉള്ളിലൊക്കെ ഒന്നിടവിട്ട് വരുന്ന കോളങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പേജിൽ ഇതുപോലെ ഒന്ന് ഒരേ ഗ്യാപ്പിൽ വരുന്ന രീതിയിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെൻസിലായതുകൊണ്ടാണ് കളർ കുറവായിട്ട് വരുന്നത്. ഇനി ആദ്യം സെൻറ്റർ ഭാഗത്ത് കൊടുത്തിട്ട് അതിന് മുകളിലും താഴെയും ഒരേ ലെവലിൽ തന്നെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യത്തെ 2 വരിയിൽ കൊടുത്ത ഡോട്ടുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ഒരു സൈഡിലോട്ട് കർവായി നിൽക്കുന്ന രീതിയിൽ ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ 3ാമത്തെ വരിയിലെ ഡോട്ടുകൾ ഇപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ലെയറിൽ വരുന്ന ഡോട്ടുകൾ തമ്മിൽ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ വീണ്ടും ഒന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ ഒന്നിടവിട്ടിട്ട് ഒരേ സൈഡിലോട്ട് വരുന്ന രീതിയിലൊന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലും ഒരേ സൈഡിൽ കർവ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ 2 പോയിന്റുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നിടവിട്ട് വരുന്ന കോളങ്ങൾ ഒരേ സൈഡിലോട്ട് വരുന്ന രീതിയിൽ വരച്ചെടുക്കുക. അതിനുശേഷം ഈ വരച്ച് കിട്ടിയ ഷേപ്പിനുള്ളിൽ ഇതുപോലെ ഒന്ന് ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 3 ലൈൻസ് വീതം ഓരോ ഷേപ്പിനുള്ളിലും ആഡ് ചെയ്ത് കൊടുത്തെങ്കിലും പിന്നീട് ലൈൻസിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണോ കർവ് ചെയ്ത് വരുന്ന ഭാഗം ആ ഭാഗത്ത് വീതി കൂടി നിൽക്കുന്ന രീതിയിലൊന്ന് ലൈൻസ് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡിലോട്ടായിട്ട് ലൈൻസൊക്കെ ഒന്ന് വരച്ചെടുക്കുക.
പിന്നെ ലൈൻസ് വരച്ചെടുക്കുമ്പോൾ ഒന്നിടവിട്ടിട്ടുള്ള കോളങ്ങളുടെ ലൈനൊന്ന് ഒഴിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് താഴോട്ടായിട്ട് നിൽക്കുന്ന ഒരു വരി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ലൈന് ബ്ലാങ്ക് ആക്കി ഇടുക. ഇങ്ങനെ ഒന്നിടവിട്ട് വരുന്ന കോളങ്ങളൊന്ന് ബ്ലാങ്ക് ആക്കി ഇടുക. അതിനുശേഷം ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഡോട്ടിനെ ഉള്ളിലാക്കുന്ന രീതിയിൽ വേണം ലൈൻസ് ഒക്കെ നേരത്തെ വരച്ചെടുത്തതിൻ്റെ പുറത്തു കൂടെ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലും ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആദ്യം തന്നെ സ്കെച്ചൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഔട്ട്ലൈനായിട്ട് പെൻസിലിട്ട് വരച്ചിട്ടാണ് വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ ചെയ്യാറ്. ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിന് വിറയൽ ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് ആദ്യം തന്നെ പെൻസിൽ ഉപയോഗിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിടും. അപ്പോൾ നോർമലായിട്ട് നേരിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നേരത്തെ ഓരോ ഷേപ്പിനുള്ളിലും വരച്ചെടുത്ത ലൈൻസ് കൂടെ ഒന്ന് മാർക്കർ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കുറച്ച് ബ്ലാങ്ക് ആയ പോലെ ഫീൽ ചെയ്തതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഉള്ളിലൂടെ ഒന്നുകൂടെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ ലൈൻസ് കൂടെ ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബ്ലാങ്ക് ആയി കിടക്കുന്ന കോളങ്ങളുടെ ഉള്ളിലൊക്കെ ഏതെങ്കിലും കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ കോളങ്ങളും ബ്ലാങ്ക് ആക്കി ഇടാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ കോളങ്ങളുടെ ഉള്ളിലും ലൈൻസ് കൂടെ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടുത്തൊരു വർക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പേജിൻ്റെ ഒരു ഭാഗത്തെ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്തൊരു ഭാഗത്തെ സെൻറ്ററിലോട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇങ്ങനെ 4 ഭാഗത്തും ലൈൻസുകളൊന്ന് കൂട്ടിമുട്ടിച്ച് വരച്ചെടുക്കുക. എന്നിട്ട് കിട്ടുന്ന ആ ഒരു ഷേപ്പിനുള്ളിലായിട്ട് ഒരു സ്ക്വയർ വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ ആ ലൈൻസുകൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടിച്ച് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിനുള്ളിൽ വീണ്ടും ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ചെരിഞ്ഞും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ കോളങ്ങളൊന്ന് ഉള്ളിലോട്ട് നിൽക്കുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഈ വരച്ചതിൻ്റെ ഒക്കെ ഔട്ട്ലൈനായിട്ട് ഒന്നുകൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ സ്കെച്ച് ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ വരച്ച ഷേപ്പിൻ്റെ ഒക്കെ വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സെൻട്രലായിട്ട് കൊടുത്ത ലൈൻസ് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ലെയർ കൂടെ ഉള്ളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ കിട്ടും. അതിനുശേഷം നേരത്തെ ഔട്ട്ലൈനായിട്ട് വരച്ചെടുത്തതിൻ്റെ ഉൾഭാഗത്ത് കിട്ടിയ സ്പേസിൽ ഇതുപോലെ ഒന്ന് ആ ഒരു ഭാഗത്തോട്ട് വരുന്ന രീതിയിൽ തന്നെ ലൈൻസ് ഒന്ന് ഗ്യാപ്പിട്ടിട്ട് വരക്കുക. ഇനിയും അടുപ്പിച്ചടുപ്പിച്ച് വരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അടുത്തൊരു സൈഡിലും ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഒന്ന് ലൈൻസ് വരച്ചെടുക്കുക. ഇങ്ങനെ 4 സൈഡിലും 4 സൈഡിലോട്ടായിട്ട് ലൈൻസ് നിൽക്കുന്ന രീതിയിലൊന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉൾഭാഗത്ത് വരച്ചെടുത്തിട്ടുള്ള ഷേപ്പുകളിലൊക്കെ ഔട്ട്ലൈനായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഉൾഭാഗത്തൊക്കെ ലൈൻസ് കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഉൾഭാഗത്ത് വരച്ചെടുത്ത സ്ക്വയർ വരച്ചതിൻ്റെ പുറത്ത് കിട്ടുന്ന ഗ്യാപ്പിൽ ഇതുപോലെ താഴോട്ടായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ അടുത്തൊരു സൈഡിൽ ഇതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഉൾഭാഗത്ത് വരച്ചിട്ടുള്ള ഷേപ്പുകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ആദ്യം വരച്ചെടുത്ത ഔട്ട്ലൈനുകൾ മാത്രം ഒന്ന് കട്ടി കൂട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സെൻറ്ററിലുള്ള ഒരു കുഞ്ഞ് സ്ക്വയർ ഒന്ന് മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്കും സിമ്പിളായി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ ടൈപ്പിലുള്ള ലൈൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഔട്ട്ലൈൻ കൂടെ ഒന്ന് കട്ടി കൂട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പേജിൽ കോളങ്ങൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു സൈഡിൽ 4 കോളങ്ങളും താഴോട്ടായിട്ട് 3 കോളങ്ങളും വരുന്ന രീതിയിലാണ് വരച്ചെടുക്കുന്നത്. ഇനി കോളത്തിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കുകയോ കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം ഈ വരച്ചെടുത്ത ഓരോ കോളത്തിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കോളങ്ങളുടെ ഉള്ളിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം ഈ വരച്ചെടുത്ത സ്ക്വയറിൻ്റെ മുകളിൽ നിന്ന് സ്ക്വയറിൻ്റെ എൻഡ് ഭാഗം വരെ ഒരു ലൈൻ ഇങ്ങനെ കൊടുക്കുക. അതായത് ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ മാത്രം ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഉൾഭാഗത്ത് ചെറുതാക്കി വരച്ചെടുത്ത കോളത്തിൻ്റെ അടുത്തൊരു സൈഡിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുക. എളുപ്പത്തിൽ തന്നെ കോളങ്ങൾ തെറ്റാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഉള്ളിൽ കൊടുത്ത ചെറിയ കോളത്തിൻ്റെ ബാക്കി 2 ഭാഗങ്ങളും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആ വരക്കുന്ന കൂട്ടത്തിൽ തന്നെ അടുത്ത 2 സൈഡ് കൂടെ ഫില്ല് ചെയ്യാവുന്നതാണ്. കോളത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഒരു സൈഡിലോട്ട് ലൈൻസും കോളത്തിൻ്റെ താഴ്ഭാഗത്തു നിന്ന് അടുത്തൊരു സൈഡിലോട്ട് ലൈൻസും വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുക. ഇപ്പോൾ വലിയൊരു കോളത്തിൻ്റെ ഉള്ളിൽ 5 കോളങ്ങൾ വരുന്ന രീതിയിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം ആദ്യം വരച്ചെടുത്ത മാർജിനും അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത കോളങ്ങളും
സ്കെച്ച് ഉപയോഗിച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഓരോ കോളത്തിന്റെ ഉള്ളിലും കിട്ടിയിട്ടുള്ള കുഞ്ഞു കോളങ്ങളുടെ ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫില്ല് ചെയ്യാതെ ബ്ലാങ്ക് ആക്കി ഇടണമെങ്കിൽ എല്ലാ സെന്ററിലുള്ള കോളങ്ങളും ബ്ലാങ്ക് ആക്കി ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഫില്ല് ചെയ്തതിന്റെ പുറത്ത് വരുന്ന 4 കോളങ്ങളിൽ ലൈൻസ് വരച്ചെടുക്കണം. ആദ്യത്തെ ഒരു കോളം ഇതുപോലെ താഴോട്ട് നീളം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ലൈൻസ് വരക്കുമ്പോഴും അതേപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ വരച്ചെടുക്കുക. ഇനി എളുപ്പത്തിൽ തന്നെ തെറ്റാതെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആദ്യം താഴോട്ട് നിൽക്കുന്ന കോളങ്ങളൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സൈഡിലോട്ടുള്ള കോളങ്ങൾ മാത്രം ഫില്ല് ചെയ്തെടുത്തിട്ട് കിട്ടുന്നതും ഒരു വർക്കാണ്. അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഒരു ഭാഗത്തെ കോളങ്ങൾ ബ്ലാങ്ക് ആക്കി ഇടാം. ഇപ്പോൾ ഈ ഒരു വർക്കിൽ 3 ടൈപ്പിലുള്ള കോളങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഇതായിരിക്കും ഫൈനൽ ലുക്ക്. ഇനി അടുത്തൊരു ഭാഗം കൂടെ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിലോട്ട് പോകുന്ന കോളങ്ങളിൽ അതേപോലെ തന്നെ ലൈൻസ് കൂടെ ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു വർക്കിൽ നിന്ന് തന്നെ 2 or 3 ടൈപ്പിലുള്ള വർക്കുകളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ വെച്ച് നിർത്തണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ സെപ്പറേറ്റ് അതേപോലെയുള്ള ഡിസൈൻസ് ഒക്കെ വീണ്ടും ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ ലൈൻസിന് പകരം കളേഴ്സ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കോളങ്ങളൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഒരു ടൈപ്പിലുള്ള വർക്ക് കൂടെ കാണിച്ചിട്ട് ഇന്നത്തെ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കാം. അതിനായിട്ട് പേജിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ഓരോ ഭാഗത്തോട്ടും ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ച് കൊടുക്കുക. എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കുക. ഇനിയും വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ ലൈൻസിൻ്റെ എണ്ണം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വീതി കുറക്കണം എന്നാണെങ്കിൽ ലൈൻസ് ഇനിയും ഒന്നുകൂടെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് വരച്ചെടുക്കുക. ഇനി ഒരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുത്ത ശേഷം 2 ലൈനിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത ലൈൻസ് വരച്ചു കൊടുക്കുക. ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് ലൈൻസ് വരച്ചെടുക്കുക. അതിനുശേഷം അടുത്ത 2 ലൈൻ വരുന്ന ഭാഗം ഒന്ന് ബ്ലാങ്ക് ആക്കി ഇട്ടിട്ട് വീണ്ടും അതിനടുത്ത 2 ഭാഗങ്ങൾ തമ്മിൽ ഒന്ന് ലൈൻസ് വരച്ചെടുക്കുക. ഇങ്ങനെ ഒന്നിടവിട്ട് വരുന്ന ലൈൻസുകളിലൊക്കെ ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് ഒന്നിടവിട്ട് വരുന്ന ഭാഗങ്ങൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലൈൻസിൻ്റെ ഉള്ളിലും ഒന്ന് ചെയ്തെടുക്കുക. ഇനി ലൈൻസുകൾ ഒന്നുകൂടെ അടുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി വൈറ്റ് കാണുന്ന സ്പേസിൽ കുറച്ച് സ്പേസ് മതി എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ലൈൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വലിപ്പം കൂട്ടി കൊടുക്കുക. പിന്നെ ലൈൻസ് ഒക്കെ വരക്കുമ്പോൾ എല്ലാ ലൈൻസും ഏകദേശം ഒരേ വരിയിൽ വരുന്ന രീതിയിൽ വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എല്ലാ വീഡിയോസിലും ചോദിക്കണം എന്ന് കരുതും, പക്ഷേ വോയിസ് കൊടുക്കുന്ന ടൈമിൽ മറന്നു പോകും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോസിൽ കാണുന്നതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും കമൻസിലൊന്ന് അറിയിക്കണേ. പിന്നെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യണേ. ഇങ്ങനെ എല്ലാ കോളങ്ങളും കംപ്ലീറ്റ് ചെയ്ത ശേഷം നേരത്തെ ബ്ലാങ്ക് ആക്കിയിട്ട സ്പേസിൽ ഇപ്പോൾ ലൈൻസ് വരച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ കർവ് ചെയ്തിട്ടുള്ള ലൈൻസ് ഒന്ന് വരച്ചെടുക്കുക. അതായത് ആദ്യം വരച്ചതിൻ്റെ ഒക്കെ ഉൾഭാഗത്തായിരിക്കും കർവ് വരുന്ന രീതിയിൽ നിൽക്കുന്നുണ്ടാവുക. ഇപ്പോൾ വരച്ചെടുക്കുന്നതിൻ്റെ ഒക്കെ പുറം ഭാഗത്താവും കർവ് ചെയ്തിട്ടുള്ള ഭാഗം വരുന്നുണ്ടാവുക. ഇനി നേരത്തെ ഫില്ല് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ഭാഗം വരുന്ന രീതിയിൽ ഒന്നിടവിട്ട കോളങ്ങളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്തത് ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് രണ്ടാമത്തെ ഒരു ഭാഗത്ത് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ബാക്കിയുള്ള കോളങ്ങളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക് കളറിൻ്റെ കൂട്ടത്തിൽ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സോ അല്ലെങ്കിൽ മറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂയിഷ് ഗ്രേ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫൈനൽ ലുക്കിൽ ചെറിയൊരു തെളിച്ചക്കുറവുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മിക്സഡ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പല പല കളേഴ്സിലായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.